കേരളം ഉൾപ്പെടെയുള്ള പ്രതിപക്ഷ സംസ്ഥാനങ്ങളിലെ രാജ്ഭവനുകൾ ബി.ജെ.പി. ക്യാമ്പ് ഓഫീസുകളായി മാറിയെന്ന് സി.പി.ഐ. സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം. മണ്ണാർക്കാട് സി.പി.ഐ. സെമിനാറിൽ സംസാരിക്കുകയായിരുന്നു ബിനോയ് വിശ്വം. കടന്നാക്രമിക്കപ്പെടുന്ന പാർലമെന്ററി വ്യവസ്ഥ രാഷ്ട്രീയ ചട്ടുകമാവുന്ന ഗവർണർമാർ എന്ന വിഷയത്തെ ആസ്പദമാക്കി സി.പി.ഐ. ജില്ലാ കൌൺസിലിന്റെ നേതൃത്വത്തിൽ മണ്ണാർക്കാട് റൂറൽ ബാങ്ക് ഓഡിറ്റോറിയത്തിൽ നടന്ന സെമിനാർ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. ഗവർണർമാർ രാഷ്ട്രീയ ചട്ടുകമാകുന്നതിന്റെ പ്രത്യക്ഷ ഉദാഹരണമാണ് കേരള ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ. അസാമാന്യമായ തൊലിക്കട്ടിയും അതിരുകവിഞ്ഞ വിധേയത്വവുമാണ് രാഷ്ട്രീയ യജമാനന്മാരോട് അദ്ദേഹം പുലർത്തുന്നത്. ബി.ജെ.പിക്കും ആർ.എസ്.എസിനും വേണ്ടി സർവകലാശാലകളിലേക്ക് രാഷ്ട്രീയ കള്ളക്കടത്ത് നടത്താനുള്ള വേദിയായി രാജ്ഭവനെ മാറ്റി. പാർലമെന്ററി ജനാധിപത്യത്തിന് നേരെയുള്ള കടന്നാക്രമങ്ങളെ രാജ്യം കയ്യും കെട്ടി നോക്കി നിൽക്കാൻ പാടില്ല. സൗന്ദര്യബോധമില്ലാതെ നിർമ്മിച്ചതും ആഡംബരങ്ങൾ നിറഞ്ഞതുമായ പുതിയ പാർലമെന്റ് മന്ദിരം രാക്ഷസ കോട്ടയാണെന്നും അദ്ദേഹം പറഞ്ഞു. പൂർണ്ണമായും ഒഴിവാക്കാൻ വേണ്ടിയുള്ള ഒരു നീക്കമാണ് സർക്കാർ നീക്കമെങ്കിൽ അതിനെ മറികടക്കാൻ വേണ്ടിയുള്ള രീതി എന്താണ്, മാർഗം എന്താണ് എന്ന് സസ്പെൻഡ് ചെയ്യപ്പെട്ട എം.പിമാരുടെ പാർട്ടികൾ ഇപ്പോൾ ചിന്തിക്കുന്നു. അതുപ്രകാരം ഒരു കോടതി ഇടപെടലിന് വേണ്ടിയുള്ള ശ്രമത്തിൽ ലഭിച്ച നിയമോപദേശം മിക്കവാറും കോടതി ഇതിനെ തള്ളിക്കളയും. പക്ഷേ ആ വിധി വരുമ്പോഴേക്കും വിചാരിച്ചാൽ നൽകാൻ കഴിയും. അതെല്ലാം പരിഗണിച്ചുകൊണ്ട് എന്താണൊരു മധ്യമാർഗം എന്നുള്ള ചിന്തയിലാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി അടക്കമുള്ള സസ്പെൻഡ് ചെയ്യപ്പെട്ട എം.പിമാരുടെ പാർട്ടികൾ, അതിൽ സി.പി.ഐ. പെടുന്നുണ്ട്, സി.പി.എം പെടുന്നുണ്ട്, കോൺഗ്രസ് പെടുന്നുണ്ട്, ഡി.എം.കെ പെടുന്നുണ്ട്. സി.പി.ഐ. ജില്ലാ സെക്രട്ടറി കെ.പി. സുരേഷ് രാജ് അധ്യക്ഷനായി. ഡോക്ടർ കെ.ടി. ജലീൽ എം.എൽ.എ, കെ.പി.സി.സി. വൈസ് പ്രസിഡന്റ് വി.ടി. ബൽറാം എന്നിവർ മുഖ്യപ്രഭാഷണം നടത്തി. ചടങ്ങിൽ സാഹിത്യകാരന്മാരായ കെ.പി.എസ്. പയ്യനടം, എം.ജെ. ശ്രീചിത്രൻ, സംസ്ഥാന സ്കൂൾ കലോത്സവ വിജയികൾ എന്നിവരെ ആദരിച്ചു. മുഹമ്മദ് മുഹസിൻ എം.എൽ.എ, സി.പി.എം. സംസ്ഥാന നേതാക്കളായ വി. ചാമുണ്ണി, ജോസ് ബേബി, ജില്ലാ അസിസ്റ്റന്റ് സെക്രട്ടറി പൊറ്റശ്ശേരി മണികണ്ഠൻ, വിവിധ രാഷ്ട്രീയ കക്ഷി നേതാക്കളായ പി. അഹമ്മദ് അഷറഫ്, എം. ഉണ്ണീൻ, അസീസ് ഭീമനാട്, വി. ഷൗക്കത്ത് അലി, പി. ശെൽവൻ, എ. അയ്യപ്പൻ, ടി. കെ. സുബ്രഹ്മണ്യൻ, എ. കെ. അബ്ദുൽ അസീസ്, സദക്കത്തുള്ള പടലത്ത് എന്നിവർ സംസാരിച്ചു. CCN മണ്ണാർക്കാട്.